ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സുപ്പുനെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും ഒരു അടിപൊളി കിടുക്കാച്ചൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. നല്ല വെയിലൊക്കെ അല്ലേ, വെയിലൊക്കെ മുറ്റത്ത് എന്തായാലും മുറ്റം തൂക്കുമ്പോൾ നമ്മൾ രാവിലെ അല്ലേ, നാട്ടിൻപുറത്തെ വീട്ടമ്മമാരൊക്കെ രാവിലെയാണ് തൂക്കുന്നത്. ചുമ്മാ അതൊക്കെ പണ്ട്. ഇപ്പം നമുക്ക് സമയം കിട്ടുമ്പോഴേ നമ്മൾ മുറ്റം തൂക്കാൻ ഇറങ്ങത്തുള്ളൂ. ഞാനങ്ങനെ കേട്ടോ. മക്കളെയൊക്കെ സ്കൂളിലും കോളേജിലും ഓരോരുത്തരത്തൊക്കെ വിടാനുള്ള അമ്മമാർക്ക് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ അല്ലേ. അടുക്കളയിൽ ജോലിയെല്ലാം ഒന്ന് അടുക്കി പറക്കിയിട്ട് എന്തായാലും മുറ്റത്തോട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ. അപ്പോഴും ചിലപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ആവും കേട്ടോ. വെയിലൊക്കെ ആവും, പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. അന്നേരമൊക്കെ ഇച്ചിരി ഒരു വെയിലൊക്കെ കൊള്ളും. പിന്നെ ഒരു 9 മണി ഈ സമയത്ത് 8:30 9 മണി 9:30 വരെയുള്ള വെയിൽ ഇത്തിരിയൊക്കെ നമുക്ക് കൊള്ളണം കേട്ടോ. അപ്പോഴേ എനിക്ക് വൈറ്റമിൻ ഡി തീരെ കുറവായ സമയത്ത് ഭയങ്കരമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി കേട്ടോ. വല്ലാതെ കഷ്ടപ്പെട്ടതാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഒന്ന് വെയിലൊക്കെ കൊള്ളാറുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കൊന്നും നമ്മൾ വെയിലത്ത് ഇറങ്ങി നിൽക്കേണ്ട. അഥവാ നിങ്ങൾ വെയിലത്തൊക്കെ പോയി മുഖമൊക്കെ കരിവാളിച്ച് ടാനൊക്കെ അടിച്ച് പഞ്ചറായിരിക്കുന്ന മുഖത്തോട്ട് ഇതേപോലുള്ള കുഞ്ഞു ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണോ കേട്ടോ? ആണ്, നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ്. അപ്പോഴെന്തേ ഇന്ന് സുപ്പ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് നമുക്ക് നാരങ്ങ നീരല്ല, സോറി തക്കാളി നീരില്ല. ഇന്ന് നമ്മുടെ സാമ്പാറിനകത്ത് ഒരു തക്കാളി ഇച്ചിരി കുറവുണ്ട് കേട്ടോ. മാങ്ങക്കറിയായിരുന്നു ഇന്ന്, സത്യം ചുമ്മാ കേട്ടോ. അപ്പോഴേ തക്കാളി നീരാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. തക്കാളി നീര്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ് കേട്ടോ വേണ്ടത്. അലോവേറ ജെല്ല് വേറെ ഇരിപ്പുണ്ട്, ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഗ്ലിസറിൻ വേണം. പിന്നെ നമുക്ക് കുറച്ച് റോസ് വാട്ടർ വേണം. അപ്പോൾ ഈ 4 പേരെയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇന്ന് മുഖത്തിടുന്നത് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം. ഈ സുപ്പിൻ്റെ കുഞ്ഞു ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പരീക്ഷിച്ച് വിജയിച്ച സംഭവങ്ങളൊക്കെയാണ് എൻ്റെ കൂട്ടുകാരിലോട്ടും പറഞ്ഞു തരുന്നത് കേട്ടോ. അറിയാമായിരിക്കും, ചെയ്യുന്നവരൊക്കെ കാണും. എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ടൊന്നും വേണ്ട, 1 2 ദിവസമൊക്കെ, ഒരു ആഴ്ച ഒരു 2 3 ദിവസമായിട്ടൊക്കെ നമുക്ക് ഇത് കേട്ടോ, ചെയ്യണം. അപ്പോഴിപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ. അപ്പോഴും നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ മുഖത്തെ കുഞ്ഞു പായ്ക്കുകളൊക്കെ ഇട്ട് സുന്ദരമാക്കി വയ്ക്കാം കേട്ടോ. അപ്പോഴേ അലോവേറ ജെല്ല് ഞാൻ ഇട്ടു. പിന്നെ ഗ്ലിസറിൻ മുളയിട്ട്. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണേ കേട്ടോ. റോസ് വാട്ടറും കൂടെ നമുക്ക് എടുക്കാം. വെള്ളമൊക്കെ ഉണ്ടോ എല്ലാ നാടുകളിലും? കയ്യിൽ ഒറ്റ നഖമില്ല കേട്ടോ. വലത്തെ കയ്യിലെ നഖം എല്ലാം പോയത് കൊണ്ട് തന്നെ ഞാനിതൊന്ന് ഊരിയെടുക്കട്ടെ. ഇത് ചില സമയത്തുണ്ടല്ലോ വരത്തില്ല. ഞാൻ ഇതിന് നമ്മളൊരു ചെറിയ നടുക്കൂടെ നമുക്ക് എടുക്കാം. പക്ഷെ ഞാനൊന്ന് എടുത്തിട്ട് കേട്ടെ. ഇതിനെയൊക്കെ ഞാൻ അടിച്ചൂരി എടുത്ത് കേട്ടോ. ഇത് ഞാനങ്ങ് അമർത്തി വയ്ക്കുക, അന്നേരം എടുക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഈ നടുക്കൊരു കിഴത്ത ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. പക്ഷെ ഞാനൊരു മണ്ടൂസാണല്ലോ, അതങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച്. ഒത്തിരി മണമോ നമ്മുടെ റോസ് വാട്ടറിനൊക്കെ അല്ലേ, അടിപൊളി മണം. എന്നിട്ട് നന്നായിട്ട് ഇവരെ 4 പേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അലോവേറ ജെല്ലൊക്കെ അങ്ങോട്ട് മിക്സ് ആവണം കേട്ടോ. അവനിച്ച് മാറി കിടക്കും. പീഡിച്ച് അവനെ കലക്കി എടുക്കണം കേട്ടോ. ദൂരെ മാറി കിടക്കും കേട്ടോ. പക്ഷേ നമ്മളല്ലേ ആൾക്കാർ, നമുക്കല്ലേ ആവശ്യം അല്ലേ. എല്ലാവരും വിചാരിക്കും മുട്ട ഓംലേറ്റ് വല്ലതും ഉണ്ടാക്കുവാണെന്ന്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ ഇതേ ഉള്ളു കേട്ടോ. ഇപ്പൊരു സൗണ്ടേ ഉള്ളു എപ്പോഴും. എന്ന് വെച്ചാൽ ഞാനിവിടെ ഇതുമാതിരിയുള്ള പരിപാടികളാണല്ലോ നടത്തുന്നത്. നാട്ടുകാർ മൊത്തം ഇവിടെ വരുമ്പോഴേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയാൽ പൊരിച്ചാലല്ല. അപ്പോഴതേ ഇതിപ്പം നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു കളർ കിട്ടും കേട്ടോ. ആ ഒരു കളറാണ് ഞാൻ ചെയ്യുമ്പോഴെല്ലാം തണ്ണിമത്തനെയാണ് ഓർക്കുന്നത്. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ.
ഈ മിക്സാണ് നമ്മുടെ മിക്സ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, 1 സ്പൂണൊക്കെ മതി, 1.5 സ്പൂണേ ഉള്ളൂ ഇത് കേട്ടോ. ഇത് നമുക്ക് മുഖത്തോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചങ്ങോട്ട് നിങ്ങളൊരു 10-15-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി മാറ്റി നോക്കിക്കോ. ഇത് റിസൾട്ടാണ് മുഖത്തിന് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കൂടുതലും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്നുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. എനിക്കും അത് പെട്ടെന്നാവും, നിങ്ങൾക്കും അത് പെട്ടെന്നാവും. വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ ഇതങ്ങോട്ടെ ഒന്നില്ല നല്ലതാട്ടോ, വെള്ളം മാതിരി ഇരിക്കുക. ഇതങ്ങോട്ട് എന്നിട്ട് തണുപ്പ് ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒക്കെ നമുക്ക് പുരട്ടി കൊടുക്കാം. നല്ല തണുപ്പ് കേട്ടോ. തക്കാളി ഫ്രിഡ്ജിനകത്തിരുന്നേ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് സുപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിലെ വെള്ളം മാതിരി ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ, ഒന്നുമില്ലല്ലോ ഇതിനകത്ത്. നമ്മൾ തക്കാളിയുടെ നീര് തന്നെയല്ലേ എടുത്തത്, നീരാണല്ലോ എടുത്തത്. ഇത് തേച്ചിട്ട് നിങ്ങളൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് 15-20 മിനിറ്റ് കഴിഞ്ഞ് ഉടച്ച് നോക്കിക്കോളൂ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇരുണ്ടവരും വെളുക്കും, കറുപ്പിനെ കഴുകി കളയും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ ഒരു പായ്ക്കൊക്കെ ഇട്ടാൽ കറുപ്പിനെ കഴുകി കളയും, ഇരുണ്ടവർ വിഷമിക്കേണ്ട കേട്ടോ. അത്രയ്ക്ക് കിടുക്കുവച്ച് റിസൾട്ട് കിട്ടുന്ന പായ്ക്കുകളാണ് ഇതൊക്കെ കേട്ടോ. ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേട്ടോ, ഉച്ച സമയത്തൊന്നും ചെയ്യണ്ട കേട്ടോ. രാവിലെയോ വൈകിട്ടോ ഒക്കെ ചെയ്താൽ മതി. പായ്ക്കുകൾ ഏത് തന്നെയാണെങ്കിലും നമ്മൾ ഉച്ച സമയത്തൊന്നും ഇടണ്ട, വൈകിട്ടൊക്കെ ഇട്ടാൽ മതി. ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, അല്ലെങ്കിൽ രാത്രി വേണമെങ്കിൽ രാത്രി ഇടുന്ന നൈറ്റ് ക്രീമുകളും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഓടിച്ചാടി വരട്ടെ. എവിടെയൊക്കെയോ തടഞ്ഞു കുത്തിയിരിക്കുന്ന ബ്ലഡൊക്കെ ഓടിച്ചാടിയൊക്കെ വരും. നമ്മളിങ്ങനെയൊക്കെ ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഏത് തരം പായ്ക്ക് തന്നെ, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഏത് തരം പായ്ക്ക് തന്നെ ഇടുവാണേലും നമ്മൾ എളുപ്പത്തിനൊക്കെ നിങ്ങൾ ചെയ്തോ, ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഞാൻ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ, അങ്ങനെ നമ്മളങ്ങോട്ട് പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ മുഖം ഇത്രേ ഭാഗം മാത്രം വെളുത്തിരിക്കും, ഈ കഴുത്തിൻ്റെ അവിടെ കറുത്തിരിക്കും. എല്ലാ പെണ്ണുങ്ങൾക്കുള്ള കുഴപ്പം ഇതൊക്കെ കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ. ഇത് നമ്മളിട്ടതേ വെള്ളം മാതിരി, ഞാൻ ഇട്ട് കഴിഞ്ഞേ കുറച്ചല്ലേ എടുത്തുള്ളൂ, നമ്മൾ വെള്ളം മാതിരി വെള്ളം മാതിരിയ ഇരിക്കുന്ന ഇത് കേട്ടോ. ബാക്കി വരുന്നതൊന്നും കളയണ്ട, നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പറയത്തില്ലേ, കൈയുടെ മുട്ടിൻ്റെ കറുപ്പൊക്കെ മാറി കിട്ടും. ഇത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല കറുപ്പ് മാറി കിട്ടും നമ്മുടെ ഈ കൈയുടെ മുട്ടിൻ്റെയൊക്കെ കേട്ടോ. മുഖത്തിടുന്ന ഏത് പായ്ക്കുകളും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ബാക്കി വരുന്നത് നിങ്ങൾ പാത്രങ്ങൾ കഴുകിയൊന്നും കളയണ്ട കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അവിടെ ഇരുന്ന് അതങ്ങ് ഉണങ്ങിക്കോളും. അന്നേരം കഴിയുമ്പോൾ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. ഞാനിങ്ങനെ ഒന്നും ഞാൻ കളയത്തില്ല, ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ. എപ്പോഴും 1 സ്പൂണ് ഒക്കെ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ, ഒരുപാട് ഞാൻ എടുക്കത്തില്ല. അപ്പോഴത്തേ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് അങ്ങ് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നിങ്ങളെ വ്യത്യാസം നോക്കിക്കോളൂ. നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഏത് തരം പായ്ക്ക് തന്നെയാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നിർത്തിപ്പോകരുത്. ഇത് നല്ല തണുപ്പ് കേട്ടോ, എന്ത് തണുപ്പ്, നല്ല തണുപ്പായിട്ടായിരിക്കുന്നത് ഈ ഒരു പായ്ക്ക്. നിങ്ങൾ ചെയ്ത് നോക്കണം, അന്നേരം മനസ്സിലാവും. നല്ല തണുപ്പ്. തക്കാളി നീരിലോട്ടെ ഈ 3 പേരെയും കൂടെ ചേർത്താൽ മതി. തണുപ്പോട് തണുപ്പ് നമ്മുടെ മുഖത്ത് കേട്ടോ, നല്ല തണുപ്പാണ്. ഇത്തിരി നേരം ഇരിക്കുമ്പോൾ എന്താ സുഖമെന്നറിയാമോ? വെറുതെ പറയുന്നതല്ല കേട്ടോ,
ഈ അനുഭവസ പറയുന്നതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴുകി മാറ്റുന്നത് കാണിക്കണം. ഞാനിങ്ങനെ ചിലപ്പോൾ ഒത്തിരി താമസിച്ചൊക്കെ കഴുകി മാറ്റത്തുള്ളൂ ചിലത് കേട്ടോ. നമ്മളല്ലാത്ത പായ്ക്കളൊക്കെ ഇടുമ്പം അല്ലാത്ത ആരെങ്കിലുമൊക്കെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അറിയുമല്ലോ എന്താ അരിപ്പൊടി വെച്ചാണെങ്കിലും കടലമാവ് വെച്ച് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ അറിയാമല്ലോ, ആൾക്കാരറിയാമല്ലോ. പക്ഷേ ഇതൊക്കെ ഞാനിങ്ങനെ ഒത്തിരി നേരം വെച്ചേക്കും കേട്ടോ. വെച്ചിട്ട് 15 മിനിറ്റ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി നമ്മുടെ സ്കിന്നുമായിട്ടൊക്കെ ഒന്ന് കൂട്ടുകൂടി അവരൊന്ന് കമ്പനിയായിട്ട് വരുമ്പോഴേ ഞാൻ പോയി ഇത് കഴുകി മാറ്റത്തുള്ളൂ കേട്ടോ. അതാ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കളിടുമ്പോൾ ഇത്തിരി പെട്ടെന്ന് ഞാൻ കഴുകി നിങ്ങളെ കാണിക്കാത്തത് കേട്ടോ. ഇത്തിരി നേരം ഞാൻ വെച്ചേക്കും. മറ്റേ പായ്ക്കളൊക്കെ ഉള്ളൂ ഞാൻ പെട്ടെന്ന് അത് കഴുകി മാറ്റുന്നത്. ഇത് ഇത്തിരി നേരം ഞാനിങ്ങനെ വെച്ചേക്കും. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. സ്പൂണിനകത്തൊക്കെ വടിച്ചു കൂടി നമുക്ക് നമ്മുടെ കൈകളിലൊക്കെ ഇടാം. 2 കൈയിലും നമുക്ക് അതാ പറയുന്നത് കേട്ടോ, കളയരുത്, ഒരു തുള്ളി പോലും കളയരുത് കേട്ടോ. നമ്മൾ കളയത്തില്ല എന്ന് തന്നെയാണേലും അല്ലേ, നമ്മൾ വീട്ടമ്മമാർ കളയോ? ഇല്ല, കളയത്തില്ല. ഇതേ 2 കയ്യിൽ ഇടാനും എനിക്ക് കിട്ടി, അത്രയും മതിയായിരുന്നു. 1 സ്പൂണൊന്നും ഇല്ലായിരുന്നു നമ്മുടെ തക്കാളിയുടെ ജ്യൂസ് കേട്ടോ. അപ്പോഴവിടെ ഇരിക്കട്ടെ, ഇത്തിരി നേരം കഴിയാൻ ഞാൻ കഴുകി മാറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ആഴ്ച ഒരു 2 പ്രാവശ്യമൊക്കെ നമ്മളിത് എന്താ തണുപ്പെന്നറിയാമോ? നല്ല തണുപ്പാണ്, നല്ല കൂളിങ് കിട്ടുന്ന നമ്മുടെ സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടുന്നത് കേട്ടോ. അറിയണമെങ്കിൽ ഇത് ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നല്ല തണുപ്പാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല ഈ സുപ്പു, സത്യം തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ കൈയൊക്കെ മനോഹരമാക്കി വെക്കുന്ന ടിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. കൈയൊക്കെ ഇങ്ങനെ നമുക്ക് മനോഹരമാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴുകി മാറ്റിയൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. എന്തായാലും റിസൾട്ട് കിട്ടുന്നൊരു നല്ലൊരു പായ്ക്കാണ്, നല്ല തണുപ്പ് കിട്ടുന്നൊരു പായ്ക്കാണ് കേട്ടോ. മുഖത്ത് വെയിലത്തൊക്കെ പോയിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കിടു റിസൾട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്ത് ഇത്തിരി നേരം അവനെ അവിടെ അങ്ങോട്ട് വെച്ചേക്കുക കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞി മസാജൊക്കെ കൊടുത്ത് നമുക്ക് ഇവനെ ഇവിടെ ഇരുത്താം കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോഴേ ഞാൻ കളയുന്നില്ല, കഴുകി മാറ്റിയിട്ട് വരുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരെയെങ്കിലും ചെയ്യണം കേട്ടോ. കഴുത്തിൻ്റെ ഇവിടെ വരെയെങ്കിലും ചെയ്യണം. പിന്നെ അലർജിക്കാരൊക്കെ എപ്പോഴും ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നോക്കിക്കോളൂ. നമ്മളൊന്നും പിന്നെ പ്രശ്നമില്ല, എന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ടെസ്റ്റൊക്കെ ചുമ്മാ നമ്മുടെ ചെവിയുടെ എവിടെയെങ്കിലും ഇച്ചിരി നേരം ഒന്ന് നോക്കിയിട്ടൊക്കെ പിന്നെ ഇട്ടാൽ മതി കേട്ടോ. മുഖത്ത് ചിലർക്കൊക്കെ പേടി കാണും, നമുക്ക് പിന്നെ പേടിയൊന്നും. ഇതെല്ലാം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. പായ്ക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അത് ഇപ്പം തന്നെ നമ്മുടെ ആ സ്കിന്നുമായിട്ടങ്ങ് ഇത്തിരി ഇതായി കേട്ടോ, പിടിക്കുമോ. അപ്പോഴും നമുക്ക് നല്ല ടിപ്പുമായിട്ട് നാളെ വരാം കേട്ടോ. അടിപൊളി കിടക്കാച്ച ടിപ്പുമായിട്ട് നാളെ വരാം. ഇന്ന് നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഒത്തിരി കാണും കേട്ടോ. ഈ ഫോണൊക്കെ അല്ലേ വീട്ടമ്മമാരൊക്കെ ഇതൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ സുപ്പു അറിയാം കേട്ടോ. ഞാനും ഒരു വീട്ടമ്മയാണല്ലോ. അപ്പോഴാ അടുക്കളയിലെ ജോലിയും കഴിഞ്ഞ് എല്ലാ ജോലികളും കഴിഞ്ഞാണ് നമ്മളിതൊക്കെ വന്നിരുന്ന് ഈ ടിപ്പുകളൊക്കെ കാണിച്ചിരുന്നത് കേട്ടോ. അടുക്കളപ്പണിയും നടക്കും, അല്ലാതുള്ള പണികളും നടക്കും, ഈ പണിയും നടക്കും, എല്ലാ പണിയും നടക്കും. നമ്മൾ മനസ്സ് വെച്ചാൽ മതി, എല്ലാം നടക്കും അല്ലേ. അപ്പോൾ രാവിലെ നേരം നിൽക്കുമ്പോൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കും. എനിക്ക് ഇത്ര സമയം കൊണ്ട് ഇത്ര ജോലി ചെയ്ത് തീർക്കണം, എനിക്ക് അത് ചെയ്ത് തീർക്കണം, ഇത് ചെയ്ത് തീർക്കണം എന്ന മനസ്സിനകത്തൊരു കണക്ക് കൂട്ടൽ വേണം. ഇല്ലെങ്കിൽ ഒന്നുമില്ല. എനിക്ക് ഇന്ന് മൊത്തം കിടന്നുറങ്ങണമെന്ന് വെച്ചാൽ അതേ നടക്കത്തുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ പകലുറങ്ങാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് ഉറക്കം വരത്തില്ല. പകലുറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പിന്നെ ഉറങ്ങാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വശത്തോട്ടേ പോകത്തില്ല കേട്ടോ. നല്ല ശീലമൊന്നും അല്ല പകൽ കിടന്നുറങ്ങുന്നത്. എത്ര ക്ഷീണം ഉണ്ടാലും കേട്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോഴേ നമുക്ക് നാളെ നല്ല ഇതേപോലുള്ള കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.